സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും ചില സാമാന്യ ഫലങ്ങളുണ്ട്. ഇതിൽ ഇവരുടെ പൊതു സ്വഭാവങ്ങളും പെടുന്നുണ്ട്. അതായത് ആളുകൾ പലതരമുണ്ട്. ഇതിലൊന്നാണ് ദേഷ്യം എന്ന വികാരം. ചിലർ വല്ലാത്ത ദേഷ്യമുള്ളവരാണ്. ചിലർക്ക് ദേഷ്യം എത്രയാണെങ്കിലും ദേഷ്യം വരില്ല. അതുപോലെ തന്നെ മുൻചുണ്ടിക്കാര്, ചൂടന്മാർ എന്നെല്ലാം വിളിക്കാവുന്ന നക്ഷത്രക്കാരുമുണ്ട്. എന്ന് കരുതി ഇവർ ദുഷ്ടന്മാർ എന്നല്ല, ഇവർ പാവങ്ങളുമായിരിക്കും. എടുത്തുചാടി പറയുന്നുവെന്നതിനുപരി മനസ്സിൽ കളങ്കമില്ലാത്തവരുമാണ്. ഇത്തരം ചില നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ നക്ഷത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രമാണ് ആദ്യത്തെ നക്ഷത്രം. അശ്വതിക്കാർ ഇത്തരത്തിലുള്ള ഒരു നക്ഷത്രക്കാരാണ്. ഇവർ മിതമായി സംസാരിക്കുന്നവരാണ്. പെട്ടെന്ന് ആരുമായി അടുക്കുന്നവരുമല്ല, അടുത്താൽ ചേർത്ത് പിടിക്കും. പൊതുവെ ശാന്ത സ്വഭാവക്കാരെങ്കിലും ഇവർക്ക് മുൻചുണ്ടി വരുന്നവരാണ്. ഇവർ പക്ഷേ ശുദ്ധാത്മാക്കളാണ്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ആരെയും ആകർഷിക്കുന്ന വിനയവും സൗമ്യതയും എല്ലാം ഇവർക്കുണ്ടാവും. പക്ഷേ ഇവരുടെ പെരുമാറ്റത്തിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. എന്നാൽ ദേഷ്യം വന്നാൽ ആരോടും എന്തും വിളിച്ചു പറയും. ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നിങ്ങളുടെ വീട്ടിലൊക്കെ ഭരണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഭരണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൊക്കെ പെട്ടെന്ന് ദേഷ്യം വന്നാൽ ആരോടും എന്തും വിളിച്ചു പറയും. ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും. ആ സമയത്ത് മാത്രമേ ദേഷ്യം ഉണ്ടാവുകയുള്ളൂ. പൊതുവെ ശുദ്ധാത്മാക്കളാണ് ഇവര്. അടുത്ത നക്ഷത്രം ഏതാണ്? അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാര് അന്യായമായത് കണ്ടാൽ ഇവർ പ്രതികരിക്കും. അത് ഇവരുടെ ഒരു സ്വഭാവമാണ്. ഇതിനാൽ തന്നെ ഇവർ ചൂടന്മാർ എന്ന പേരില് അറിയപ്പെടുകയും ചെയ്യും. അനീതിയും അക്രമവും എല്ലാം കണ്ടാൽ ഇവർ പ്രതികരിക്കും. നിഷ്കളങ്കരായ ഇവർ ആർക്കും എന്തു സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്നവരാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ഇവർ ആദ്യം ദേഷ്യം കാണിക്കില്ലെങ്കിലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ആദ്യം നിയന്ത്രിച്ചു പിടിക്കുമെങ്കിലും പെട്ടെന്നായിരിക്കും പൊട്ടിത്തെറിക്കുക. മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ. ഇതുപോലെ ഇവർ മറ്റുള്ളവർക്ക് വേണ്ട എന്തു സഹായവും ചെയ്തു കൊടുക്കാം. പക്ഷെ ഇവര് ആദ്യമൊക്കെ സൗമ്യഭാവത്തിലൊക്കെ ഇടപെടുമെങ്കിലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ. ആയില്യം നക്ഷത്രക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടണേ. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ഇവർ പൊതുവെ മാന്യരാണ്. മാന്യതയും പക്വതയും കാണിക്കുന്നവരാണ് ഇവർ. മറ്റുള്ളവരെ സഹായിക്കാൻ വ്യഗ്രതയുള്ളവരാണ് ഇവർ. സഹാനുഭൂതിയുള്ളവരാണ്. എന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും എന്തെന്നില്ലാത്ത ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യും. നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ദേഷ്യം കാണിക്കുക. ആ ദേഷ്യം അല്ലെങ്കിൽ അത് ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് അവര് ആ ദേഷ്യം ഒന്നും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരൻ ദേഷ്യം കൂടുതൽ കാണിക്കുന്നവരാണ്. എന്നാൽ അന്യർക്ക് സഹായം ചെയ്യുന്ന സഹാനുഭൂതിയും ഉള്ള നക്ഷത്രക്കാരുമാണ് ഇവർ. എന്നാൽ ദേഷ്യം ചിലപ്പോൾ ഇവർക്ക് അടിക്കടി നിർത്താൻ സാധിക്കില്ലെന്നും വരില്ല. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാര് ഇവർ ദേഷ്യമുണ്ടെങ്കിലും അധികം പുറമേക്ക് കാണിക്കില്ല. എന്നാൽ ഇവർ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ ഇത് 4 പേരെ അറിയിക്കണമെന്ന് ചിന്തയുള്ളവരാണ്. ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കുന്നവരാണ്. ദേഷ്യം പുറമേക്ക് അധികം കാണിക്കില്ലെങ്കിലും ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ചൂടൻ സ്വഭാവവും കാണിക്കുന്നവരാണ് ഈ ചോതി നക്ഷത്രക്കാര്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ദേഷ്യം ഇവരുടെ കൂടെ ഉണ്ട് എന്ന് തന്നെ പറയാം. അതേസമയം ഇവർ നന്മയുള്ളവരുമാണ്. വളരെയധികം നന്മ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അവിട്ടൻ നക്ഷത്രക്കാരും ഈ ഗണത്തിൽ പെടുന്നു. വളരെയധികം ക്ഷമാശീലം കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ ദേഷ്യമുള്ളവരാണ് ഇവർ. മനസ്സിൽ നന്മയുള്ളവരാണ്. അന്യർക്ക് സഹായം ചെയ്യുകയും ചെയ്യും. മനസ്സിൽ കളങ്കവുമില്ല. മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നവരുമാണ് ഇവര്. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും പുറമേ ഇത് പ്രകടിപ്പിക്കില്ല. അവസാനം വരെ കടിച്ചു പിടിച്ച് നിന്നാലും പെട്ടെന്ന് ദേഷ്യം വരും. മറ്റുള്ളവരോട് സഹാനുഭൂതി ഉള്ളവരാണ് ഇവര്. പൂരിട്ടായ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇത് അടക്കി വയ്ക്കില്ല, പെട്ടെന്ന് പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ പരോപകാരികളും മനസ്സിൽ ശുദ്ധരുമാണ് ഇവര്. ഉത്രട്ടാതിക്കാർക്കും ദേഷ്യ സ്വഭാവമുണ്ട്. സഹാനുഭൂതിയും പരോപകാര പ്രിയരുമാണ് ഇവര്.
സഹായിക്കുന്നവരിൽ ഇവർക്ക് പലപ്പോഴും മോശം അനുഭവമൊക്കെ ഉണ്ടാകും. പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുന്ന തരക്കാരാണ് ഇവർ. അപ്പോൾ പൊതുവെ ദേഷ്യമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.